സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കുന്ന ഒരു വിഷയം പ്രഭാഷകൻ 6-ാം അധ്യായം 4-ാമത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. പ്രഭാഷകൻ 6:4 നമ്മൾ കാണുകയാണ്, ദുഷിച്ച ഹൃദയം അവനെ തന്നെ നശിപ്പിക്കുന്നു, ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമാകും. നമുക്ക് ഹൃദയം ദുഷിച്ചതാണെങ്കിൽ ആ ദുഷിച്ച ഹൃദയം നമ്മെ തന്നെ നശിപ്പിക്കും. മാത്രമല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പരിഹാസപാത്രമായി മാറും. അതുകൊണ്ട് ദുഷിച്ച ഹൃദയം, അതിന് മാറ്റം വരുത്തിക്കൊണ്ട് നല്ല ഹൃദയത്തിൻ്റെ ഉടമകളായി മാറാൻ നമുക്ക് സാധിക്കണം. എപ്പോഴാണ് ഹൃദയം ദുഷിക്കുന്നത് എന്ന് നാം വചന വെളിച്ചത്തിൽ മനസ്സിലാക്കണം. ജെറമ്യായുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം, ജെറമ്യ 4:14, ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. രക്ഷപ്പെടണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയണം. നീ എത്ര നാള് ദുഷിച്ച ചിന്തകൾ പേറി നടക്കും? കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇസ്രായേൽ ഭവനമേ, എത്ര നാള് ദുഷിച്ച ചിന്തകൾ നീ പേറി നടക്കും? ഇതിനൊരു മാറ്റം വരുത്തേണ്ടയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഹൃദയം വളരെ നല്ലതാണ്. നല്ല സാധനങ്ങൾ ചീത്തയായാൽ ദുർഗന്ധം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൃദയം ദുഷിച്ചു കഴിഞ്ഞാൽ അത് ദുസ്സഹമായി മാറും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പ്രഭാഷകൻ 13:35 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിലെ നന്മയ്ക്കും തിന്മയ്ക്കും അനുസരിച്ച് മുഖഭാവം മാറും എന്ന് പറഞ്ഞാൽ, പ്രക്ഷോഭിക്കുന്ന ഒരു മുഖം വേണ്ടവര് ഹൃദയം ദുഷിച്ചതാണെങ്കിൽ അതിന് മാറ്റം വരുത്തണം. ഹൃദയത്തിൽ നന്മ നിറഞ്ഞു കഴിയുമ്പോഴാണ് മുഖം പ്രക്ഷോഭിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഹെബ്രായ ലേഖനം 3:12 നമ്മൾ വായിക്കുന്നത്, ദുഷ്ടഹൃദയം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവകൃപയിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവര് ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത അകറ്റണം. ഉൽപ്പത്തി 6-ാം അധ്യായം 5-ാമത്തെ വചനം, ദുഷ്ടഹൃദയത്തിൻ്റെ സ്വാധീനം മൂലം ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതായി മാറും. ഹൃദയം ദുഷിച്ചതാണെങ്കിൽ നമ്മുടെ ഭാവന, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാരം ഇതെല്ലാം ദുഷിച്ചതായി മാറും. ജെറമ്യ 17:9 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, ദുഷിച്ചാൽ ഹൃദയം മറ്റെന്തിനേക്കാൾ ശോചനീയമായി മാറും. നല്ലതാണെങ്കിൽ നല്ലതാണ്. നമുക്കറിയാം, ഹൃദയം ദൈവത്തെ സ്നേഹിക്കാനും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനും വേണ്ടിയാണ്. ഇനി അതിന് നമ്മൾ ഉപയോഗിക്കുന്നു, ആ ഹൃദയം നമ്മൾ സൂക്ഷിക്കുന്നു എങ്കിൽ നല്ലതാണ്. ദുഷിച്ചാൽ മറ്റെന്തിനേക്കാൾ അത് ശോചനീയമാണ്. തീത്തോസ് 1-ാം അധ്യായം 15-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിർമ്മല ഹൃദയർക്ക് എല്ലാം നിർമ്മലമാണ്, ഹൃദയവും മനസാക്ഷിയും ദുഷിച്ചവർക്ക് ഒന്നും നിർമ്മലമല്ല. പറയുണ്ട്, നിർമ്മലമായൊരു ഹൃദയം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. നിയമാവർത്തനം 15:9-10 വചനങ്ങൾ എടുക്കുമ്പോൾ, ദുഷ്ടഹൃദയർ ദരിദ്രരോട് കരുണയില്ലാതെ പെരുമാറും. നീ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടാതിരിക്കും. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ സാധിക്കുന്നവരെയാണ് ദൈവം കൈതുറന്ന് അനുഗ്രഹിക്കുന്നത്. അതിന് നല്ലൊരു ഹൃദയം, ദുഷിച്ച ഹൃദയമല്ല, നല്ല ഹൃദയം നമുക്കുണ്ടാകണം. മറ്റൊരു കാര്യം കൂടി വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഹൃദയം ദുഷിച്ചാൽ നാവ് പിഴയ്ക്കും. നമ്മുടെ സംസാരത്തിൽ ഒരുപാട് പിഴവ് വരും ഹൃദയം ദുഷിച്ചാൽ. മത്തായി 12:34 പറഞ്ഞിട്ടുണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുക. പ്രഭാഷകൻ 20:18 പറഞ്ഞിട്ടുണ്ട്, വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദം കാല് തെന്നി വീഴുന്നതാണ്. സുഭാഷിതങ്ങൾ 8:13 പറയുന്നുണ്ട്, ദുർവചനം കർത്താവ് വെറുക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 12:18 വായിച്ചാൽ, വീണ്ടു വിചാരമില്ലാത്ത വാക്കുകൾ അസ്ത്രം പോലെ അത് തുളഞ്ഞു കയറും എന്നാണ്. പ്രഭാഷകൻ 26:6 പറയുന്നുണ്ട്, വാക്പ്രഹരം മറ്റുള്ളവരെ
തകർത്ത് കളയുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നാവിൻ്റെ പിഴവിനെ കുറിച്ചാണ്. എപ്പോഴാണ് നാവിൻ്റെ പിഴവ് സംഭവിക്കുക? ഹൃദയം ദുഷിച്ചു കഴിയുമ്പോൾ. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ഹൃദയം ദുഷിച്ചാൽ ദുർമോഹം ജനിക്കും. ദുർമോഹങ്ങൾ ജനിക്കാതിരിക്കണമെങ്കിൽ ഹൃദയം നന്നായിരിക്കണം. അപ്പസ്തോല പ്രവർത്തനം 8:18 മുതൽ വായിക്കുമ്പോൾ ഒരു ശിമയോൻ, അവൻ പത്രോസിൻ്റെ അടുത്തേക്ക് വന്ന് ആവശ്യപ്പെട്ടൊരു കാര്യം, ഞാൻ നിനക്ക് പണം തരാം, എനിക്ക് നീ വരം തരണം, നീ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യാനുള്ള വരം എനിക്ക് വേണം, അതിന് ഞാൻ പണം തരാം. ഇനി അവനോട് പത്രോസ് പറഞ്ഞൊരു കാര്യം, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല, ദുഷിച്ച ഹൃദയമാണ് നിനക്കുള്ളത്. പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മുടെ ഹൃദയം വിശുദ്ധീകരിച്ചെടുക്കാം. അതിനു വേണ്ട കൃപ യാചിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി ദൈവാനുഗ്രഹം പ്രാപിക്കാം. നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് ദൈവനിഷേധികളായ യുവജനങ്ങളുടെ മാനസാന്തരമാണ്. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങേപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.